അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഒരു മിക്സിംഗ് ബൗളിൽ 2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡേറ്റുള്ള പഴകാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഈസ്റ്റ് പെട്ടെന്ന് പൊങ്ങി കിട്ടുള്ളൂ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈസ്റ്റ് പൊങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. ഈസ്റ്റ് പൊങ്ങാൻ വെച്ചിട്ട് ഒരു 6 മിനിറ്റ് ആയി. ഇപ്പൊ നല്ല ചൂടുള്ള സമയമൊക്കെ ആയതുകൊണ്ട് ഈസ്റ്റ് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. അപ്പൊ ഈസ്റ്റ് കണ്ടില്ലേ, ഒരു 6 മിനിറ്റ് ആയപ്പോൾ നല്ലതുപോലെ ഒന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ പൊങ്ങി കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു മിക്സിംഗ് ബൗളിൽ 4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും കുറച്ച് വലുപ്പമുള്ള ഗ്ലാസ് എടുക്കുക. അതിനനുസരിച്ച് 4 കപ്പ് മൈദ അളന്നെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്ത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാം. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ചെടുക്കാം. കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവും ബട്ടറും ആ ഉപ്പും മാവിന്റെ എല്ലാ ഭാഗത്തും എത്തണം. ഇപ്പൊ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊങ്ങി വന്ന ഈസ്റ്റ് മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഇതും മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടും ചെറു ചൂട് വെള്ളം തന്നെയാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം പകുതി വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറു ചൂട് വെള്ളം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് അങ്ങ് ചൂടായി പോകരുത്. 1/2 കപ്പ് വെള്ളം കൂടി മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന മൈദയ്ക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവും വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ 1 കപ്പ് വെള്ളം മുഴുവനും ഒഴിച്ച് മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലതുപോലെ 1 മിനിറ്റെങ്കിലും ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. കുറച്ച് അയഞ്ഞ പരുവത്തിൽ, കണ്ടല്ലോ, ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഇപ്പൊ ഞാൻ 1 മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടും 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി കുറച്ച് സമയം ഈ മാവൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി മാറ്റി വെക്കാം. ഇപ്പൊ ചൂട് സമയം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ മാവ് പൊങ്ങി കിട്ടും. ഇനി നമ്മുടെ സ്നാക്സിന് സോസ് തയ്യാറാക്കാനുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് മയോണൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും, റെഡ് ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും, 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാലും മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ 2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. മയോണൈസിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്, അപ്പൊ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കുക. ഇപ്പൊ ഒരു 10 സെക്കൻഡ് ആയപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 500 ഗ്രാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ചിക്കൻ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കി ഇങ്ങനെ വരുമ്പോൾ ആ ചിക്കന്റെ കളറൊക്കെ മാറി ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ. ഫ്ലെയിം കൂട്ടിയിടരുത്. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കൻ്റെ കളറൊക്കെ മാറി ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് മൂടി വെച്ച് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇതിൽ വേറെ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 100 ഗ്രാം ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കണം നിർബന്ധമില്ല. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തതും മീഡിയം സൈസ് 2 തക്കാളി അതിൻ്റെ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതൊന്നും വെന്ത് പോവരുത്. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ആയപ്പോൾ പച്ചക്കറിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിൽ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ മാവ് ഈസ്റ്റ് ചേർത്ത് കുഴച്ച് വെച്ചിട്ട് 1/2 മണിക്കൂറായി. ഇപ്പോൾ മാവ് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അഥവാ ഇതുപോലെ പൊങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറും കൂടി മൂടി വെച്ച് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് ഒരേ വലുപ്പത്തിലുള്ള 3 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പലയിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഒരു ഉരുള മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി മാവിന്റെ എല്ലാ ഭാഗത്തും മൈദ ആക്കി കൊടുക്കുക. മാവിന്റെ എല്ലാ ഭാഗത്തും മൈദ ആക്കി കൊടുത്തതിന് ശേഷം കൈവച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് കനത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഒരുപാട് കനം കുറച്ച് പരത്തരുത്. ഇപ്പൊ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു ഗ്ലാസോ ഇതുപോലത്തെ ഒരു ബൗളോ എടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് നമുക്ക് മാറ്റാം. ഇത് കളയേണ്ട ആവശ്യമില്ല. വീണ്ടും ഇതുപോലെ തന്നെ ഉരുട്ടി പരത്തി ഇത് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഒരു പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിടരുത്. ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഈ സൈഡും ഇതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പൊ ഈ സൈഡും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒരു ചെറിയൊരു ഗോൾഡൻ നിറമാകുമ്പോൾ പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി ഒരു ബൗളില് നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത 2 കപ്പ് കാബേജ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ 2 കപ്പ് കാബേജ് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മയോണൈസിൽ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ ആ കാബേജിന്റെ എല്ലാ ഭാഗത്തും ഈ മയോണൈസ് എത്തണം. ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ചുട്ടെടുത്തതിൽ നിന്നും ഒരു ബ്രെഡ് എടുക്കാം. ഇനി ഈ ബ്രെഡിന്റെ നടുഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. മുഴുവനും കട്ട് ചെയ്ത് ബ്രെഡിന്റെ 1/4 ഭാഗത്തോളം കട്ട് ചെയ്താൽ മാത്രം മതി. ഇനി ഈ ബ്രെഡ് ഇങ്ങനെ പിടിക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച സോസ് 1 ടീസ്പൂൺ ഈ ബ്രെഡിലേക്ക് ആക്കി കൊടുക്കാം. ഈ സോസ് ബ്രെഡിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രെഡ് അടച്ച് ഇതുപോലെ ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബ്രെഡ് തുറന്നതിന് ശേഷം ഇപ്പൊ കണ്ടില്ലേ സോസ് ബ്രെഡിന്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാബേജിന്റെ മിക്സ് 1 ടീസ്പൂൺ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കന്റെ ഫില്ലിങ്ങും കൂടി 1 ടീസ്പൂൺ വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പൊ കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ്. ഈ നോമ്പ് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ സ്നാക്സ് ആണിത്. ഇതിൽ നിന്നും ഒരു എണ്ണം കഴിച്ചാൽ മതി വയറ് നിറയാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത ഫില്ലിംഗ് എല്ലാം കൂടിയിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കണം. എന്നാൽ മാത്രമേ ഇതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തതുകൊണ്ട് ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്.
അപ്പൊ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്